സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി. ഈശോമിശിഹായിരിക്കട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 74-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് നമുക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3-ാമത്തെ വാല്യത്തിലെ 95-ാമത്തെ അധ്യായത്തിൽ നിന്നെടുത്ത ഭാഗമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ വിളിയെക്കുറിച്ചാണ്. ആ വിളിക്ക് മുമ്പ് ആ വിളി ഒരുക്കുന്ന പശ്ചാത്തലം കൂടി അറിയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ ഇതുവരെ 11 ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്തത് കണ്ടു. 12-ാമത്തെ ശിഷ്യനായിട്ട് വിശുദ്ധ മത്തായിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നടന്ന ആന്തരികമായിട്ടുള്ള ഒരു പരിവർത്തനം നമുക്കറിയാം, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള ഈ ഒരു തിരിച്ചറിവ്, ദൈവികവും ലൗകികവുമായിട്ടുള്ള സന്തോഷങ്ങളും സമാധാനങ്ങളും അതൊക്കെ തമ്മിലുള്ള ഒരു തിരിച്ചറിവ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയെ വലിയ ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് നയിച്ചു. അതുപോലെ വിശുദ്ധ മത്തായിയുടെ ജീവിതത്തിലും ചുങ്കക്കാരനായിരുന്ന മത്തായി ഈശോയുടെ ശിഷ്യനായി മാറിയത്, അതിൻ്റെ ഒരു പശ്ചാത്തലം അല്പം നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പല ഉന്നതരായിട്ടുള്ള വ്യക്തികളും ഇങ്ങനെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ അവരുടെ മാറ്റങ്ങളിലേക്ക് അവരെ നയിച്ച ആ പശ്ചാത്തലം നമുക്ക് ധ്യാനിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഇതിനു മുമ്പ് പല പ്രാവശ്യം കാണുന്നുണ്ട്, ഒരു സാബത്ത് ദിവസം ഒരു ബാലൻ, ജെയിംസ് എന്നുള്ള പേരുള്ള ഒരു ബാലൻ ഈശോയുടെ കയ്യിൽ ഒരു വലിയ സമ്പാദ്യം ഓരോ ആഴ്ചയും കൊണ്ട് കൊടുക്കും. അത് സാധുക്കൾക്ക് വേണ്ടി വിതരണം ചെയ്യാനാണ്. അതുപോലെ ജെയിംസ് പറയുന്ന ഇതേ ഉള്ളൂ, ഈ തന്ന ആളിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാണ് തന്നതെന്നോ എവിടുന്ന് വരുന്നെന്നോ ഒന്നും ആ ബാലൻ ആരോടും പറയുന്നില്ല. ഇത് വിശുദ്ധ മത്തായി ആയിരുന്നുവെന്ന് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ ശിഷ്യന്മാരോടോ ആരോടും ഈശോ അത് അന്നേരം വെളിപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത് ജെയിംസിനെ വിളിച്ചത്, 11-ാമത്തെ ശിഷ്യനായ ജെയിംസിനെ വിളിച്ചതിന് ശേഷം കഫർനാമിൽ ആ ചന്തയുടെ സ്ഥലത്ത് ഈശോ നിൽക്കുകയാണ്. അപ്പോൾ പത്രോസും മറ്റ് ശിഷ്യന്മാരും അവർ പിടിച്ച മീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ മത്സ്യത്തിന് ചുങ്കം കൊടുക്കണം. അതിനുവേണ്ടി അവിടെ നിൽക്കുമ്പോൾ പത്രോസ് പറയുന്നു, ഈ ചുങ്കക്കാരൻ മത്തായി അവൻ വലിയ പാപിയാണ്. അവൻ നമ്മുടെ രക്തം വലിച്ചു കുടിക്കുന്ന ഒരു ഡ്രാക്കുളയെ പോലെയാണ്. കാരണം അവൻ അല്പം കൂടുതൽ മത്സ്യമുണ്ടെങ്കിൽ ഇരട്ടിയോ 4 ഇരട്ടിയോ അല്ല, അതിൽ കൂടുതൽ ചുങ്കം ഈടാക്കുന്നു. അവനോട് പറയണം, ഈ കള്ളന്മാരെന്ന് പറയുന്നവർ ആ പിടിച്ചുപറിക്കാർ മാത്രമല്ല, തൊഴിൽ ചെയ്ത് ഉണ്ടാക്കിയ പണം അത് ചുങ്കത്തിൽ കൂടിയോ എങ്ങനെയാണെങ്കിലും എടുത്ത് അത് സ്ത്രീകളെയും മദ്യത്തെയും എല്ലാം ഉപയോഗിക്കുവാൻ വേണ്ടി, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പിഴിഞ്ഞെടുക്കുന്നവനും പാപിയാണെന്നും ഒരു കള്ളനാണെന്നും അവനോടൊന്ന് പറയണം. അപ്പോൾ ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ആ ഭാഷകളൊന്നും. ഈശോ പറയുന്നുണ്ട്, എന്നാ നീ തന്നെ പ്രസംഗിക്കുക. അപ്പം പത്രോസ് പറയുന്നത്, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. ഈശോ പറയുന്നുണ്ട്, നീ പ്രസംഗിച്ചാൽ അത് നിനക്കും ആ കേൾക്കുന്ന ആൾക്കും ദൂഷ്യം വരുത്തുന്നു, അവരുടെ ഹൃദയം കഠിനമാകുന്നു. അങ്ങനെ ഈശോ ആ ചന്തസ്ഥലത്ത് വിശുദ്ധ മത്തായിയുടെ അവിടേക്ക് പോവുകയാണ്.
അപ്പോൾ മത്തായിയോട് പറയുന്നു, എൻ്റെ ശിഷ്യൻ ശിമയോന് 8 കുട്ട മത്സ്യങ്ങളുണ്ട്, അതിനെത്രയാണ് ചുങ്കം? എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, അവൻ്റെ 8 കുട്ടകൾ അവിടെ വെച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ നോക്കാം. സത്യസന്ധതയോടെ പറയുന്ന ഒരാളിനെ വിശ്വസിക്കുന്നതും സത്യത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്നവർക്ക് നല്ലതാണ്. ഇതൊക്കെ കേട്ട് വിശ്രമത്തായി തലപൊക്കി നോക്കുകയാണ്. അപ്പോൾ ഈശോയെ കാണുന്നു. ആ പണം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ വിശ്രമത്തായി പറയുന്നു, ഗുരുവിൻ്റെ ശിഷ്യന് ആ ചുങ്കമടയ്ക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അത്ഭുതമായി. കാരണം ഇത് പണം പിഴിഞ്ഞെടുക്കുന്ന അവനിൽ നിന്ന് വേണ്ട കരം പോലും വേണ്ട എന്ന് പറയുന്ന ആ മത്തായിയുടെ മനോഭാവം അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ മത്തായിലേക്ക് ആ പരിവർത്തനം നേരത്തെ തന്നെ വരാൻ തുടങ്ങി എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്. പണ്ടത്തെ ലേബൽ ഒട്ടിച്ച് ഇപ്പോഴും നമ്മൾ വ്യക്തികളെ കാണും. അവരന്ന് എന്തായിരുന്നോ മാറ്റങ്ങൾ വന്നാൽ പോലും അത് ആത്മീയമായിട്ടുള്ള വലിയൊരു രഹസ്യമാണ്. നമ്മൾ പലരെയും ലേബൽ ഒട്ടിച്ച് പാപികളായിട്ട് മാറ്റി നിർത്തും. നല്ലവരെന്ന് ഇന്ന് നമ്മൾ കാണുന്ന പലരും അങ്ങനെ ആയിരിക്കണമെന്നുമില്ല. ഈ ഒരു സത്യമാണ് വിശുദ്ധ മത്തായിയുടെ വിളിയിൽ കൂടി നമുക്ക് തോന്നുന്നത്. എന്നിട്ട് ഈശോ അവിടെ നിന്ന് ഒരു 10 വാര ദൂരത്തിൽ ചന്തസ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം ഇങ്ങനെയാണ്. ലോകത്തിനെ ഒരു തറവാടിനോട് ഉപമിച്ചുകൊണ്ട്, അവിടെ കർഷകരുമുണ്ട്, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുമുണ്ട്, മീൻപിടുത്തക്കാരുമുണ്ട്, വൈദികരുമുണ്ട്, രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരുമുണ്ട്, ഇങ്ങനെ പല തുറയിലുള്ളവർ. ഇവരെല്ലാം ലോകത്തിന് ആവശ്യമാണ്. ഒരു തരത്തിലുള്ളവരെ കൊണ്ട് മാത്രം ലോകം നടക്കുന്നില്ല. അതുകൊണ്ട് ആരാണ് ശ്രേഷ്ഠരെന്നുള്ളതല്ല, വൈദികർ അവരുടെ ശുശ്രൂഷകൾ, രോഗികൾ അതിൻ്റേതായിട്ടുള്ള തലങ്ങളിൽ, ഇതെല്ലാം ഈശോ പറഞ്ഞിട്ട് ഈശോ പറയുന്നത് 2 സ്നേഹത്തെക്കുറിച്ചാണ്. ആ 2 സ്നേഹം ഇതാണ്: ദൈവസ്നേഹവും പരസ്നേഹവും. ആ ദൈവസ്നേഹത്തിൻ്റെ അടയാളം പരസ്നേഹത്തിൽ കൂടി വ്യക്തമാക്കുകയാണ്. നമ്മുടെ പെരുമാറ്റത്തിൽ കൂടി, നമ്മുടെ സഹോദരനോടുള്ള സമീപനത്തിൽ കൂടി, ആവശ്യക്കാരനെ സഹായിക്കുന്നതിൽ കൂടിയെല്ലാം ദൈവസ്നേഹത്തിൻ്റെ ഒഴുക്ക് പരസ്നേഹമായിട്ട് വേർഗമിക്കുന്നു. ഇവിടെ ഈശോ പറയുന്നത്, നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഈ ലോകത്തിൻ്റെ പണമോ ഒന്നുമില്ല. നമ്മളവിടെ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അതാണ് സ്വർഗീയ ജ്ഞാനം. ആ സ്വർഗീയ ജ്ഞാനം നമ്മളോട് പറയുന്നത് സ്വർഗത്തിൽ സമ്പാദ്യം കൂട്ടുക. ആ സ്വർഗത്തിൽ സമ്പാദ്യം കൂട്ടുമ്പോൾ, ഈ ജ്ഞാനം വരുമ്പോൾ നമ്മൾക്ക് സ്വത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നു. അവിടെ നമ്മൾ അനീതിയോടെ സ്വത്ത് സമ്പാദിക്കാൻ നമുക്ക് താല്പര്യമില്ലാതെ വരുന്നു. ആരുടെയും അനീതിയോടെ നമ്മൾ സമ്പാദിച്ചെങ്കിൽ അത് തിരിച്ചു കൊടുക്കുവാനുള്ള മനോഭാവം നമ്മളിൽ വരുന്നു. 3, മിതവ്യയം. കയ്യിലുണ്ടെങ്കിലും ആവശ്യക്കാർക്ക് വേണ്ടി നമ്മളത് ദൂർത്തടിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള മനോഭാവം. 4, നിസ്സംഗത. സമ്പത്ത് കയ്യിലുണ്ടെങ്കിലും തോളിലുണ്ടെങ്കിലും ഒരു പണം പോലും അനാവശ്യമായിട്ട് ചിലവാക്കാത്ത ആ മനോഭാവം, നിസ്സംഗത. അപ്പോൾ ഇതെല്ലാമാണ് ഈശോ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗിക്കുന്നത് മത്തായി അവനോട് വ്യക്തിപരമായിട്ട് പറയുന്നതായിട്ട് അവന് തോന്നുന്നു. പക്ഷെ ഒരു സമൂഹത്തോടാണ് ഈശോ പറയുന്നത്.
ആ സമൂഹം അത് കേട്ടു. പക്ഷേ കൂടുതൽ ഹൃദയത്തിൽ സ്പർശിച്ചത് മിസ്റ്റർ മത്തായിയാണ്. മിസ്റ്റർ മത്തായി ആ ചുങ്കപ്പുരയിൽ നിന്ന് പുറത്തു വന്ന് ആളുകളോട് ചേർന്ന് നിന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. അവനിലെ ആ നല്ല മനോഭാവം, ആ ചെടിക്ക് വെള്ളവും വളവും കൊടുക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ഈശോയുടേത്. അത് മിസ്റ്റർ മത്തായിയെ ഈശോയുടെ മത്തായിയായിട്ട് മാറ്റുകയാണ്. ഇതാണ് മിസ്റ്റർ മത്തായിയുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം. നമുക്കും ഇതുപോലുള്ള സന്ദേശങ്ങളൊക്കെ ശ്രമിക്കാൻ വേണ്ടി ഈശോ നമ്മളോട് സംസാരിക്കുമ്പോൾ ഹൃദയം തുറക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ തുറന്നു കൊടുക്കാം. ആമേൻ.